ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ട്രാൻസ്ഫോമറിൻ്റെ യൂണിറ്റ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ എടുത്ത് നിർത്തിയത് ടൈപ്പ് ഓഫ് ഇക്വേഷൻസും കാര്യങ്ങളുമാണ്. ഇന്ന് എടുക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. എത്ര ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, എന്തുകൊണ്ട് നമ്മൾ അതിനെ ഓരോ ടൈപ്പിലേക്ക് തരംതിരിച്ചിരിക്കുന്നു, എന്ത് കാറ്റഗറി വെച്ചിട്ടാണ് അത് തരംതിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമറിനകത്ത് നമുക്ക് ബേസിക് ആയിട്ട് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ആദ്യം ബേസ്ഡ് ഓൺ ദ കോർ മെറ്റീരിയൽ, ഷേപ്പ് ഓഫ് ദി കോർ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ആൻഡ് ദെൻ ഫൈനലി അപ്ലിക്കേഷൻ. അതായത് ആദ്യത്തേന്ന് പറയുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കോർ എന്ന് പറഞ്ഞില്ലേ, ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് വൈൻഡിങ്ങും തമ്മിൽ കണക്ഷൻ വരുന്ന മാഗ്നറ്റിക് കണക്ഷൻ കൊടുക്കുന്ന മെറ്റീരിയൽ ഭാഗമാണ് കോർ എന്ന് പറയുന്നത്. കോറിൻ്റെ അകത്തുകൂടി കോർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മാക്സിമം ഫ്ലക്സും പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള ഒരു മീഡിയം പോലെ. അതല്ലാതെ കോർ വഴി ഇലക്ട്രിക്കൽ കണക്ഷൻ ഒന്നും പ്രൈമറി ടു സെക്കൻഡറി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ഫ്ലക്സിനെ പരമാവധി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മാക്സിമവും ഔട്ട്പുട്ടിലേക്ക് ഒരു ലോസും ഇല്ലാതെ അപ്പുറത്തേക്ക് എത്തണം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം? അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫ്ലക്സ് പോവാന്ന് പറയുമ്പോൾ അവിടെ മാഗ്നറ്റിക് ലോസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം. നെക്സ്റ്റ് ഈസ് ഷേപ്പ് ഓഫ് ദി കോർ. ഈ കോർ എടുത്തിരിക്കുന്നതിൻ്റെ ഷേപ്പ് എന്താണ്? പല ഷേപ്പിലെടുക്കാം, അതെന്താണെന്നുള്ളത്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. നമ്മൾ കഴിഞ്ഞ അതിൻ്റെ ബിഗിനിങ് പോർഷനിൽ പറഞ്ഞിരുന്നു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്താണ്. N1/N2 is equal to V1/V2 is equal to E1/E2 is equal to K, that is equal to I2/I1. അതായത് പ്രൈമറിയുടെ സെക്കൻഡറിയുടെയും എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈമറിയുടെ സെക്കൻഡറിയിലും നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജുകൾ തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ ഇൻപുട്ടിൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജുകളുടെ റേഷ്യോ, അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്നത് അപ്പുറത്തേക്ക് എത്രത്തോളം ട്രാൻസ്ഫോം ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ എക്സാക്ട് പ്രപ്പോർഷണാലിറ്റിയാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫോൾട്ട് ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ് ആണ്. ഈ 50 ഹെർട്സ് അല്ലാതെ വേറെ ഫ്രീക്വൻസിയിൽ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അതാണ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയിൽ വരുന്നത്. ഫൈനലി അപ്ലിക്കേഷൻ, വേർ വി ആർ യൂസിങ് ഇറ്റ്. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതെന്ന് അല്ലേ. ഇപ്പോൾ ട്രാൻസ്ഫോമർ ഒരു സബ്സ്റ്റേഷനിൽ ഉപയോഗിക്കും, ട്രാൻസ്ഫോമർ എന്തിനു ഉപയോഗിക്കും? നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ ഉപയോഗിക്കും. ഇതൊന്നും അല്ലാതെ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ചെറിയ ട്രാൻസ്ഫോമറുകളില്ലേ, അതും ട്രാൻസ്ഫോമറാണ് അല്ലേ. നമ്മൾ വോൾട്ടേജ് വേരിയേഷൻ ചില എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചു വേരിയഡ് വോൾട്ടേജ് കൊടുക്കാനായിട്ട്. അതല്ലാതെ ഇലക്ട്രോണിക് സർക്യൂട്ടറിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അയച്ചു നോക്കുമ്പോൾ കാണാം ഒരു കുഞ്ഞ് ട്രാൻസ്ഫോമർ ഉണ്ടാവും, അതും ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷനാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. വെരി എഫിഷ്യൻറ്റ് മെഷീനാണ്. 99% അല്ലെങ്കിൽ 95+ എഫിഷ്യൻസി ഉള്ളൊരു മെഷീനാണ്. വൈഡ് ആപ്ലിക്കേഷൻ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ എന്ത് ആപ്ലിക്കേഷനാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിതിനെ ഫർദർ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നോക്കാം, കോർ മെറ്റീരിയൽ എന്താണെന്നുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്ത് കോർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് തന്നെ ഫർദറും ക്ലാസിഫൈ വരുന്നുണ്ട്. എയർ കോർ ആണോ, അതായത് വെറും എയർ മാത്രമാണോ കോറായിട്ടുള്ളത്, അതല്ലെങ്കിൽ അയേൺ കോർ ആണോ ഉപയോഗിച്ചേക്കുന്നത്, അയേൺ മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഫെറൈറ്റ് കോർ ആണോ എന്നുള്ളതിനാണ് ബേസിക് 3 ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോർ. അതായത് എയർ കോർ ആണോ, അയേൺ കോർ ആണോ, ഫെറൈറ്റ് കോർ ആണോ എന്നുള്ളത്. ഓക്കെ, എയർ കോർ ആണെന്നുണ്ടെങ്കിൽ എയർ കോർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കേസിൽ ഹോളോ ആയിരിക്കും, നോൺ മാഗ്നറ്റിക് ആയിരിക്കും. എയർ നോൺ മാഗ്നറ്റിക് ആണ്, സോ ഹോളോ ആയിരിക്കും കോറ്. അതല്ലെങ്കിലോ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കോ പേപ്പറോ ആയിരിക്കും കോർ നമ്മൾ ഉപയോഗിക്കുക. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് കെനെ നാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിന് എപ്പോഴും കെ വിൽ ബി <1 ആയിരിക്കും. കെ <1 ആണെങ്കിൽ ആ ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് ട്രാൻസ്ഫോമർ എന്നാ പറയാം? N2 ഈസ് N1 ആണ്. കെ <1 ആവും. അപ്പോൾ ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും കുറവ് വോൾട്ടേജ് ആയിരിക്കും എവിടെ കിട്ടുക? ഔട്ട്പുട്ടിൽ കിട്ടുക. ഇത് നമ്മൾ ഹൈ ഫ്രീക്വൻസി കേസിലാണ് ഉപയോഗിക്കുക, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ബിക്കോസ് ഇതിൻ്റെ അത് അയേൺ ലോസ് കുറവായിരിക്കും. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഹിസ്റ്ററിസിസ് ലോസോ ഹിസ്റ്ററിസിസ് ലോസ്, അയേൺ ലോസ്, കോർ ലോസ് അങ്ങനെ വരുന്ന മാഗ്നറ്റിക് ലോസുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലേക്ക് ഇതിനെ ഉപയോഗിക്കുന്നത്.
ഇനി കോർ മെറ്റീരിയൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്നതിൻ്റെ അകത്താണ് അയേൺ കോർ ട്രാൻസ്ഫോമർ. ലാമിനേറ്റഡ് അയേൺ കോർ ഉപയോഗിക്കുക. ലാമിനേഷൻ ഉപയോഗിക്കുന്നത് എപ്പോഴും എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാമിനേറ്റഡ് അയേൺ കോറാണ് ഉപയോഗിക്കുന്നത്. ഇത് മെയിൻസിലാണ് നമ്മളിത് കൊടുത്തിട്ടുണ്ടാവുക. മോസ്റ്റ് കോമൺ ട്രാൻസ്ഫോമർ മെയിൻസ് സപ്ലൈ ട്രാൻസ്ഫോമർ. ഇപ്പോൾ നമ്മൾ സപ്ലൈ മെയിൻസിൽ കൊടുക്കുന്നതിൽ ഈ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കാം. ഫെറൈറ്റ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് എ കോർ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ പഠിക്കുമ്പോൾ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്ത് അപ്പോൾ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് ഫെറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അയേണിൻ്റെ അതേ വർഗ്ഗത്തിൽപ്പെട്ട അയേണിൻ്റെ കാറ്റഗറിയിൽ വരുന്ന എല്ലാത്തിനെയും നമ്മൾ ഫെറസ് മെറ്റീരിയൽ എന്ന് പറയും. അപ്പോൾ ഫെറൈറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അയേണിൻ്റെ തന്നെ വേറൊരു തരം എലിമെൻ്റ് ആണ്. അപ്പോൾ ഫെറൈറ്റ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് എ കോർ ആണ്. ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആർ വൗണ്ട് ഓൺ ദ പ്ലാസ്റ്റിക് കോർ ആയിരിക്കും. ഓക്കെ, ദെൻ ഫെറൈറ്റ് മെറ്റീരിയൽ ഇസ് ഇൻസൈഡ് ടു ദ കോർ. അപ്പം നമ്മളൊരു പ്ലാസ്റ്റിക് കോർ ഉണ്ടാവും, അതിൻ്റെ അകത്ത് പ്രൈമറിയും സെക്കൻഡറിയും വൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഫെറൈറ്റ് മെറ്റീരിയൽ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുക. ഇതും എഗെയിൻ എന്തിനാണെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനാണ് ഇതും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഫെറൈറ്റ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ എന്ന് പറയും. നെക്സ്റ്റ് ഈ ഷേപ്പ് ഓഫ് ദി കോറാണ്. ഷേപ്പ് ഓഫ് ദി കോറിൻ്റെ അകത്ത് 3 ടൈപ്പാണ്: കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ, റിംഗ് ടൈപ്പ് ട്രാൻസ്ഫോമർ. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ, ഷെല്ല്, റിങ്. അപ്പോൾ ഈ 3 വെച്ചാൽ അതിൻ്റെ നമ്മൾ കോർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതിൻ്റെ രൂപത്തിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് ഇതിനെ പറഞ്ഞേക്കുന്നത്. ആദ്യത്തേത് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. നിങ്ങൾക്ക് ആ ഫിഗറിൽ തന്നെ കാണാം. പ്രൈമറിയും സെക്കൻഡറിയും കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എപ്പോഴും ഉണ്ടാവുന്ന എല്ലാ ടൈപ്പിലെന്ന് വെച്ചാൽ പ്രൈമറിയും സെക്കൻഡറിയും രണ്ട് സെപ്പറേറ്റ് ലിംബിലായിരിക്കും. ലിംബ് എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പം നമ്മൾ ആ സ്ക്വയർ ഷേപ്പ് ട്രാൻസ്ഫോമർ കോർ നോക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് അതിൻ്റെ 2 കാല് പോലെ ഉണ്ട് അല്ലേ, അതിനാണ് നമ്മൾ ലിംബ് എന്ന് പറയാം. ആ ഒരു ലിംബിൽ പ്രൈമറിയും അടുത്ത ലിംബിൽ സെക്കൻഡറി ആയിരിക്കും എപ്പോഴും ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ കൊടുക്കുക. ഇനി ഈ ലിംബുകൾ നമുക്ക് എങ്ങനെ പല തരത്തിലും അടുക്കി വെക്കാൻ പറ്റും അല്ലേ. ഒന്നില്ലെങ്കിൽ യു ഷേപ്പ് ബ്ലോക്കിൻ്റെ മേലെ ഒരു ഐ ബ്ലോക്ക് പാരലായിട്ട് വെക്കുക, അല്ലെങ്കിൽ 2 എൽ ഷേപ്പ് ബ്ലോക്ക് അടുപ്പിച്ച് വെക്കുക. അപ്പോഴും നമുക്ക് എന്ത് വരും, ഈ പറയുന്ന സ്ക്വയർ ഷേപ്പ് തന്നെ അല്ലെങ്കിൽ കോർ നമുക്ക് കിട്ടും. എങ്ങനെ നമ്മളിത് എങ്ങനെ എടുത്താലും ഈ കോർ എന്ന് പറയുന്നത് ലാമിനേറ്റഡ് ആയിരിക്കും. അതായത് വളരെ വളരെ തിന്നായിട്ടുള്ള ഷീറ്റ്സ് അടുക്കി വെച്ചതുപോലെയുള്ളതായിരിക്കും. അതിൻ്റെ കോറിൻ്റെ 2 ലെഗിലും നമ്മൾ 2 സെറ്റ് ഓഫ് വൈൻഡിങ്സും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇതിനെന്താ വെച്ചാൽ നമ്മൾ ഈ 2 ലിംബിലാണ് 2 വൈൻഡിങ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൈമറിയിൽ കൊടുക്കുന്ന ഫ്ലക്സ് കോർ വഴി സെക്കൻഡറിയിലേക്ക് പോകുന്നു. അപ്പോൾ എന്താ വെച്ചാൽ പോസിബിലിറ്റി ഓഫ് ലീക്കേജ് ഫ്ലക്സ്, അതായത് കൊടുക്കുന്ന ഫ്ലക്സിൽ കുറച്ച് ഭാഗമെങ്കിലും നമ്മൾ എന്താ പറയുക സെക്കൻഡറിയിലേക്ക് എത്താതെ എയർ വഴി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത വഴി കൂടെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്പേസിങ് കുറച്ച് കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ വോൾട്ടേജ് റെഗുലേഷൻ കുറവാണ്. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും ഡിഫറൻസ് വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് വോൾട്ടേജ്, അതിനാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ട് അതും നമ്മൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജും നമ്മൾ താരതമ്യം ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ അതിൻ്റെ ശതമാനം പറയാം. അപ്പോൾ ഈ ലീക്കേജ് ഫ്ലക്സ് കൂടുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ കൊടുക്കുന്ന എല്ലാ പവറും നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് ലെവലിൽ കിട്ടാതെ കുറേ ഫ്ലക്സ് എന്ത് പറ്റും, ഇപ്പോൾ ലീക്കായി പോവുക. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കോർ വഴി അല്ലാതെ എയർ വഴി എന്താ പറയുക ഫ്രിഞ്ചിങ് എന്നാണ് പറയാൻ കേട്ടോ. നമ്മളത് എയർ വഴിയൊക്കെ പോയിട്ട് ലീക്കായി പോവുക. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, മുഴുവൻ ഫ്ലക്സും അപ്പുറത്തേക്ക് കിട്ടാത്തൊരു സാഹചര്യം വരും. അപ്പോൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ലീക്കേജ് ഫ്ലക്സ് കൂടുതലാണ്. സോ വോൾട്ടേജ് റെഗുലേഷൻ കുറവാണ്. അത്ര എഫിഷ്യൻറ്റ് മെത്തേഡ് അല്ല കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഈ ഡിസൈൻ എന്ന് പറയുന്നത്. ലീക്കേജ് ഫ്ലക്സ് കൂടുതലായതുകൊണ്ട്. നെക്സ്റ്റ് ഈസ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ കണ്ടോ, നമ്മളൊരു സിംഗിൾ അകത്ത് ഒരു 3 ലിംബ് വരുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് ലിംബ്, സെക്കൻഡ് ലിംബ്, തേർഡ് ലിംബ്. ഈ തേർഡ് ലിംബിനകത്ത് വരുമ്പോൾ നമ്മൾ സെൻട്രൽ ലിംബിലായിരിക്കും നമ്മൾ 2 വൈൻഡിങ്ങും കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഈ പറയുന്ന ഈ 2 ഹോൾ പോലെ ഷേപ്പ് വരുന്ന ഈ ഷേപ്പ് വരുത്താൻ പല മെത്തേഡിലും ആക്കാം അല്ലേ. ഒന്നില്ലെങ്കിൽ ഒരു ഇ ഷേപ്പ് ബ്ലോക്ക് വെച്ചിട്ട് ഒരു ഐ ഷേപ്പ് ബ്ലോക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ വേറെ ഈ 2 ഒരു ടി ബ്ലോക്കും ഒരു യു ബ്ലോക്കും വെക്കാം. അങ്ങനെ പല അറേഞ്ച്മെൻറ്റിലും നമുക്ക് എങ്ങനെ കോർ സ്റ്റാമ്പിങ് അറേഞ്ച് ചെയ്യാൻ പറ്റും. എം കോർ ആവാം, അല്ലെങ്കിൽ ടി യു കോർ ആവാം, അല്ലെങ്കിൽ ഇ ഐ കോർ ആവാം. ഓക്കെ, എം കോർ, ഇ ഐ കോർ സ്റ്റാമ്പിങ് അല്ലെങ്കിൽ
TU കോർ സ്റ്റാമ്പിംഗ്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ കോറിൻ്റെ പീസുകളെ അടുക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഷെൽ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. ഇനി ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ലിമ്പിലായിരിക്കും പ്രൈമറിയും സെക്കൻഡറിയും. നമ്മൾ കോറിൻ്റെ കേസിൽ പറഞ്ഞതിൽ ഒരു വൈൻഡിങ് പ്രൈമറിയിലും ഫസ്റ്റ് ലിമ്പിലും അടുത്ത വൈൻഡിങ് സെക്കൻഡ് ലിമ്പിലുമാണ്. പക്ഷേ ഇവിടെ സെൻട്രൽ ലിമ്പിൽ തന്നെയാണ് ബോത്ത് ദ വൈൻഡിങ്സ് ആർ വൗണ്ട്. രണ്ടിനെയും നമ്മൾ ഒരേ ലിമ്പിലാണ് ചുറ്റി വെച്ചേക്കുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു വൈൻഡിങ്ങിൻ്റെ മേലെ ആയിരിക്കും അടുത്ത വൈൻഡിങ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പ്രൈമറിയുടെ മേലെ ആയിരിക്കും സെക്കൻഡറി കൊടുത്തിട്ടുണ്ടാവുക. യൂസ്ഡ് ആസ് അപ്പോൾ ഇത് നമ്മൾ വോൾട്ടേജ് പവർ ട്രാൻസ്ഫോമർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഒരു വൈൻഡിങ്ങിന് മേലെ മറ്റേ വൈൻഡിങ് അടുക്കുന്നതിന് പറയുന്നത് കോൺസെൻട്രിക് എന്നാണ് പറയുക. നമ്മൾ ഒരു സർക്കിളിൻ്റെ അകത്ത് വേറൊരു സർക്കിൾ വരച്ചാൽ അതിന് നമ്മൾ കോൺസെൻട്രിക് എന്നാണ് പറയുക. ഒരു സെൻറ്ററുള്ള രണ്ട് സർക്കിൾ അതിനാണ് കോൺസെൻട്രിക് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരേ ലിമ്പിൽ നമ്മൾ രണ്ട് വൈൻഡിങ് കൊടുക്കുന്നു. ആദ്യം ഒരു വൈൻഡിങ് കൊടുക്കുന്നു, പിന്നെ അടുത്ത വൈൻഡിങ് കൊടുക്കുന്നു. അപ്പോൾ കോൺസെൻട്രിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻ ദ വൈൻഡിങ്സ് ആണ്. ഇനി ആദ്യം കൊടുക്കണം, രണ്ടാമത് കൊടുക്കണം. ഇപ്പോൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങും ഉണ്ട്, ലോ വോൾട്ടേജ് വൈൻഡിങ്ങും ഉണ്ട് അല്ലേ. ഹൈ വോൾട്ടേജ് ആദ്യം ലിമ്പിൽ കൊടുക്കണോ എന്നിട്ട് ലോ വോൾട്ടേജ് കൊടുക്കണോ, അതോ ലോ വോൾട്ടേജ് കൊടുത്തിട്ട് ഹൈ വോൾട്ടേജ് കൊടുക്കണോ എന്നുള്ളത് ചൂസ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ വോൾട്ടേജ് എബവ് ലോ വോൾട്ടേജ് എന്നാണ് പറയുക. അതായത് ആദ്യം ലോ വോൾട്ടേജ് വൈൻഡിങ് നമ്മൾ കോറിൽ വൈൻഡ് ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ചുറ്റുക. എന്തുകൊണ്ടാണ് ലോ വോൾട്ടേജ് വൈൻഡിങ് ആദ്യം കൊടുക്കണമെന്ന് വെച്ചാൽ വോൾട്ടേജ് കുറവാകുമ്പോൾ അവിടെ കൊടുക്കേണ്ട ഇൻസുലേഷൻ ലെവൽ എന്ന് പറയുന്നത്, ഇപ്പോൾ കോറിൻ്റെ അവിടെ നമ്മളൊരു ഇൻസുലേഷൻ കൊടുക്കണമല്ലോ അല്ലേ. കോർ ടു വൈൻഡിങ് നമ്മളൊരു ഇൻസുലേഷൻ കൊടുക്കുന്നത് കുറവ് മതി. കാരണം വോൾട്ടേജ് കമ്പാരിറ്റീവ്ലി കുറവ്. ഹൈ വോൾട്ടേജ് അതിനേക്കാളും കൂടുതൽ വോൾട്ടേജാണ്, ഒബ്വിയസ്ലി കുറേ കൂടുതൽ ഇൻസുലേഷൻ ആവശ്യം വരും. അപ്പോൾ ആദ്യം ലോ വോൾട്ടേജ് കൊടുക്കുന്നു, പിന്നെ ഹൈ വോൾട്ടേജ് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഇൻസുലേഷൻ്റെ റിക്വയർമെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഏത് വൈൻഡിങ് ആദ്യം കൊടുക്കുന്നത് ചൂസ് ചെയ്തത്. ഇത് പവർ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഷെല്ലിന്ന് ഓർക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കോർന്ന് പറയുമ്പോൾ എന്തോർക്കണം, രണ്ട് വൈൻഡിങ് രണ്ട് ഡിഫറെൻറ്റ് കാലിലാണ് രണ്ട് വൈൻഡിങ് ഉള്ളത്. ഷെല്ലെന്ന് ഓർക്കുമ്പോഴോ ഒരേ കാലിലാണ് രണ്ട് വൈൻഡിങ് ഉള്ളത്. ആദ്യം ലോ ചെറുത്, പിന്നെ വലുത്. അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. നെക്സ്റ്റ് ഈസ് റിംഗ് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ നമ്മൾ സർക്കുലാർ അല്ലെങ്കിൽ സെമി സർക്കുലാർ, അതായത് കംപ്ലീറ്റ് റിംഗ് അല്ലെങ്കിൽ രണ്ട് സെമി സർക്കുലാർ റിങ്സ് ലാമിനേറ്റഡ് ആയിട്ടുള്ള കോർ എടുക്കാം. മറ്റ് വൈൻഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ റിംഗ് ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് വൈൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിത് പ്രൈമറിലി ഉപയോഗിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സിലാണ്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ലാബിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ AC കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മളൊരു ലിംബ് ഓപ്പൺ ചെയ്തിട്ട് ഒരു കണ്ടക്ടർ അതിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഡയലിൻ്റെ അകത്ത് എത്ര കറണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റിയില്ലേ. ക്ലിപ്പ് ഓൺ മീറ്റർ എന്ന് പറഞ്ഞിട്ട് മീറ്റർ തന്നില്ലേ, അതൊരു ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ളത് നമുക്ക് പറയാം. കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്, ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ മാറുന്നതനുസരിച്ച് എത്ര ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടെന്നുള്ളത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. നമ്മൾ ട്രാൻസ്ഫോമറിന് നമ്മൾ പറയില്ലേ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പവർ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതേപോലെ ട്രാൻസ്ഫോമർ ഏതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലും നമുക്ക് തരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടാവാം, ഇൻപുട്ടിലും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടാവാം. അപ്പോൾ ശരിക്കും ട്രാൻസ്ഫോമർ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമൺ ലിങ്ക് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ്, ഡയറക്റ്റ് കണക്ഷനൊന്നുമില്ല, ത്രൂ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ എപ്പോഴും ഒരു ട്രാൻസ്ഫോമറിന് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് പഠിക്കുമ്പോൾ ഇതേ കോൺസെപ്റ്റ് വരും. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറഞ്ഞു K ആണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. Kൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ N1/N2 ആണ്. ഓക്കെ, അപ്പോൾ N1/N2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ മാറുന്ന അനുസരിച്ചിട്ട് എന്ത് മാറും, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ മാറും. K<1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അതായത് സെക്കൻഡറി വോൾട്ടേജ് ഈസ് ലോവർ ദാൻ പ്രൈമറി വോൾട്ടേജ്. K>1 ആണെങ്കിൽ അത് സെക്കൻഡറി വോൾട്ടേജ് ഈസ് സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി വോൾട്ടേജ്.
സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ഈസ് ലോവർ ദാൻ പ്രൈമറി വോൾട്ടേജ്. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഓൾസോ കോൾഡ് ആസ് 1-to-1 ട്രാൻസ്ഫോമർ എന്നാണ് പറയുക. ഇതാണ് നമ്മളിപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് ഈക്വൽ ടു പ്രൈമറി വോൾട്ടേജ് N1 ഈസ് ഈക്വൽ ടു N2 ആയിരിക്കും. അവിടെ ഈ പറഞ്ഞ പോലെ വോൾട്ടേജിൽ വ്യത്യാസമൊന്നുമില്ല, പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരേ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും. അപ്പോൾ എന്താ പറ്റുക, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 1 എന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊന്നും അല്ല ആവശ്യം. ഈ രണ്ട് സർക്യൂട്ടുകൾ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതെ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കൊടുക്കുക, ഒരു ചാനൽ പോലെ ആക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഐസൊലേഷൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അത് സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഡിഫോൾട്ട് ഫ്രീക്വൻസി എത്രയാണ്, 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് മാത്രമാണോ പോസിബിൾ ഉള്ളൂ? അല്ല, മറ്റ് ഫ്രീക്വൻസീസും പോസിബിൾ ആണ്. പക്ഷേ നമ്മൾ ഏത് ഫ്രീക്വൻസിയാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും ടു ദ ലോഡ്, സപ്ലൈ ടു ദ ലോഡ് വരെയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ആ ഫ്രീക്വൻസി ആയിട്ട് കമ്പാറ്റബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ഏത് ഫ്രീക്വൻസിയാണോ ഡിസൈൻ ചെയ്തത് ആ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാനുള്ള തരത്തിലായിരിക്കണം നമ്മളത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാവുന്നത്. സോ ബേസിക്കലി നമ്മൾ 50 ഹെർട്സിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ആണ്. അതിൻ്റെ അകത്ത് അയൺ കോർ ഷെൽ ടൈപ്പ് ആണ് നമ്മൾ മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിനകത്ത് വരുന്നത്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ലിങ്ക് ബിറ്റ്വീൻ എ സി മെയിൻസും ലോഡ് എ സിയും. അതായത് നമ്മൾ സാധാരണ നമ്മുടെ എ സി മെയിനും ലോഡും തമ്മിൽ കണക്ട് ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്, മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ മോർ ദാൻ 1 സെക്കൻഡറി വൈൻഡിങ് ആൻഡ് മോർ ദാൻ 1 ടെർമിനൽ അറ്റ് പ്രൈമറി ആണ്. ഇത് ഒരു പവർ ട്രാൻസ്ഫോമർ ആണ്. പവർ ട്രാൻസ്ഫോമർ എന്ന് ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു പവർ ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും മെനി നമ്പർ ഓഫ് ടേൺസ് വരും. നമുക്ക് ആവശ്യമുള്ള ടാപ്പിങ്സ് എടുക്കാം. ആവശ്യമുള്ള വോൾട്ടേജ് ലെവൽ പ്രൈമറിയിലും ആവശ്യമുള്ള ടാപ്പിങ്സ് എടുത്തിട്ട് സെക്കൻഡറിയിലും എടുക്കാം. ടാപ്പിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ടേൺസ് ഉള്ള ഒരു സെക്കൻഡറി ഉണ്ടെന്ന് വെക്കാം. അതിൽ നമ്മൾ മുഴുവൻ ടേണും എടുക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കിട്ടും. ഓക്കെ, അല്ല അതിൻ്റെ ഇടയിൽ നിന്നിപ്പോൾ 0 to 12 വോൾട്ടാണ് മൊത്തം കിട്ടുന്നതെന്ന് വെക്കാം. അതിന് നമ്മൾ സെൻറ്ററിൽ ഒരു 0 എന്നുള്ള ടാപ്പിംഗ് വെച്ചാൽ ആദ്യത്തെ പകുതിയിൽ 6 വോൾട്ട് കിട്ടും, രണ്ടാമത്തെ പകുതി എടുത്താലും 6 വോൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വേരീഡ് വോൾട്ടേജ് എടുക്കാനുള്ള ഒരു ടാപ്പിംഗ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് എടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പ്രൈമറിയിലും എന്തോ കൊടുക്കാം, മോർ ദാൻ 1 ടെർമിനൽ കൊടുക്കാം. പ്രൈമറിയിലും നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പ്രൈമറിയിൽ നമ്മൾ 240 വോൾട്ട് എടുക്കാം, 220 വോൾട്ട് എടുക്കാം, 230 വോൾട്ട് എടുക്കാം. അതേപോലെ സെക്കൻഡറിയിൽ നമുക്ക് എന്തെടുക്കാം, ഇപ്പോൾ S1 S2 എന്നുള്ള സിംഗിൾ വൈൻഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് സെൻറ്റർ വെച്ച് ടാപ്പ് ചെയ്തെടുത്താൽ ഇപ്പോൾ 6 വോൾട്ട് മേലെയും 6 വോൾട്ട് താഴെയും കിട്ടും. അല്ലെങ്കിൽ 0 to 15 വോൾട്ട് മേലെയും 0 to 15 വോൾട്ട് താഴെയും കിട്ടും. മൊത്തം എടുത്താൽ എന്ത് കിട്ടും, ടോട്ടൽ വോൾട്ടേജും കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സെൻറ്റർ ടാപ്പ് സെക്കൻഡറിയും വരാം. അതേപോലെ പ്രൈമറിയിലും മൾട്ടിപ്പിൾ വോൾട്ടേജ് ടെർമിനൽസ് കൊടുക്കാം. ഓക്കെ, സെക്കൻഡറിയിൽ നമ്മൾ കുറേ പല വോൾട്ടേജ് ലെവലിൽ ഔട്ട്പുട്ട് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ ടാപ്പിങ്സ് കൊടുക്കുകയാണ്. അതായത് കുറേ ഔട്ട്പുട്ട് പോയിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡറി ടാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയും, സെൻറ്ററിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് പറയും. അതേപോലെ പ്രൈമറിയിലും ഇതേപോലെ ആണ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഈസ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയും. ഓഡിയോ ഫ്രീക്വൻസി ലെവൽ എന്ന് പറയുന്നത് 20 ഹെർട്സ് to 20 കിലോ ഹെർട്സ് ആണ്. ഇത് നമ്മൾ സ്മോൾ സൈസ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ടറിയിലാണ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. 20 ഹെർട്സ് to 20 കിലോ ഹെർട്സ് ആണ്. PCB എന്ന് പറഞ്ഞാൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ്. നമ്മുടെ TV-യുടെ ഒക്കെ അകത്തുള്ള ബോർഡ് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഗാഡ്ജറ്റ്സ് ഒക്കെ അയച്ചു നോക്കിയാൽ ഒരു ചെറിയ ബോർഡ് ഉണ്ടാവും. അതിൻ്റെ മേലെ ചെറിയ ഇലക്ട്രോണിക് കപ്പാസിറ്റർ എല്ലാം നമ്മൾ എന്താ പറയുക മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ, അതിൻ്റെ അകത്ത് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സോൾഡറിൻ്റെ അകത്ത് അങ്ങനെയുള്ള സർക്യൂട്ടുകളിൽ വെക്കാവുന്ന ചെറിയ ട്രാൻസ്ഫോമേഴ്സാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സാണ്. അത് ബേസിക്കലി ഉപയോഗിക്കുന്നത് ഇൻ്റർ സ്റ്റേജ് കപ്ലിംഗ് ആണ്. നിങ്ങൾ ആംപ്ലിഫയേഴ്സ് ഒക്കെ പഠിക്കും, അടുത്ത കുറച്ചുകൂടി ഹയർ എത്തുമ്പോൾ നിങ്ങൾ ആംപ്ലിഫയേഴ്സ് എന്താണെന്നൊക്കെ പഠിക്കും. അതായത് എന്താ വെച്ചാൽ ചില സമയത്ത് ചില ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന സിഗ്നൽ നമുക്ക് ആവശ്യമുള്ള ഗെയിൻ ഉണ്ടാവില്ല. അതായത് അതിനാവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള അത്രയും സിഗ്നൽ കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുക, നമ്മൾ ഈ സിഗ്നലിനെ വേറൊരു ആംപ്ലിഫയർ എന്നുള്ള വേറൊരു സർക്യൂട്ട് വെച്ചിട്ട് ഇതിനെ നമ്മൾ വലുതാക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര
നമുക്ക് ആവശ്യമുള്ള ഗെയിനിലേക്ക് ഈ സിഗ്നൽ എത്തുന്ന അത്രയും നമുക്ക് എന്ത് കൊടുക്കാം, ഈ ആംപ്ലിഫയർ സ്റ്റേജസ് കപ്പിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ആംപ്ലിഫയർ സ്റ്റേജസിന് തമ്മിൽ ക്ലാസ് എ ആംപ്ലിഫയർ, ക്ലാസ് ബി ആംപ്ലിഫയർ, പുഷ് പുൾ ആംപ്ലിഫയർ എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺഫിഗറേഷൻ ഓഫ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ഉപയോഗത്തിനാണോ നമ്മളിത് സിഗ്നൽ എടുക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആംപ്ലിഫയറാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ എടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഈ കപ്ലിംഗ് കൊടുക്കാൻ പറ്റും. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സർക്യൂട്ട് തമ്മിലുള്ള ഇൻ്റർ കണക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണ്. അതിന് നമ്മൾ ഇൻട്രസ്റ്റേജ് കപ്ലിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം. അതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ അല്ലേ, മൈക്ക് അല്ലേ, മൈക്കിൻ്റെ അകത്ത് നമ്മൾ ഒരു സംസാരിക്കുന്നതിനേക്കാളും വളരെ വലിയ സൗണ്ടിലാണ് നമുക്ക് സ്പീക്കറിലേക്ക് കിട്ടുന്നത് അല്ലേ. അതൊരു ആംപ്ലിഫയർ സർക്യൂട്ടാണ്. നമ്മുടെ സൗണ്ടിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് ഈ സൗണ്ടിനെ എഗെയിൻ എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത സൗണ്ടിനെ എഗെയിൻ ഡീകോഡ് ചെയ്തിട്ട് ഈ ആംപ്ലിഫൈ ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നലിനെ വീണ്ടും സൗണ്ടാക്കി മാറ്റിയിട്ട് നമ്മുടെ സ്പീക്കർ വഴി പുറത്തേക്ക് വരും. അതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. അപ്പോൾ അതുപോലുള്ള സർക്യൂട്ടുകളിൽ നമ്മൾ എന്തുപയോഗിക്കും, ഈ പറഞ്ഞ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കും. നെക്സ്റ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് ആണ്. അതിനുപയോഗിക്കുന്നത് പൗഡേർഡ് അയേൺ ആണ്. അത് പൗഡേർഡ് അയോൺ, ഫെറൈറ്റ്, ബ്രാസ് അല്ലെങ്കിൽ എയർ കോർ പറഞ്ഞതൊക്കെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയലാണൊക്കെ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പൗഡേർഡ് അയോൺ, ഫെറൈറ്റ്, ബ്രാസ് ആൻഡ് എയർ കോർ. റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ ഫ്രീക്വൻസിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റേഡിയോ ഫ്രീക്വൻസി ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് കോർ പൊസിഷൻ ക്യാൻ ബി ഓൾട്ടേർഡ്. ഇവിടെ പൊതുവേ ഒരു ട്രാൻസ്ഫോമറിനകത്തും കോർ അനക്കിയിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഈ ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് കോർ പൊസിഷനും നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഫ്രീക്വൻസി റേഞ്ച് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വൈൻഡിങ്ങിന് അക്രോസ് ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കപ്പാസിറ്റർ വേരി ചെയ്യാനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ലെവൽ മാറ്റാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ചെറിയ ഫ്രീക്വൻസി വേരിയേഷൻസ് വരുത്താൻ പറ്റും. ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസിയിലേക്കോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി റേഞ്ചിലേക്കോ ഒക്കെ ഉള്ള മാറ്റങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ട്യൂൺഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടറിയിലാണ് കേട്ടോ കൂടുതലും. കപ്പാസിറ്റർ ഇതിപ്പോൾ നമ്മൾ ട്യൂണിങ്ങിന് വേണ്ടി കൊടുക്കുന്ന എലിമെൻ്റ് എപ്പോഴും കപ്പാസിറ്റർ ആയിരിക്കും. ഓക്കെ, കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ട്യൂൺ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഡയഗ്രമാണത്. ഒരു ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറും ദിസ് ഇസ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറും ഇതൊക്കെ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ആൻഡ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ചിത്രമാണത്. നെക്സ്റ്റ് സിംഗിൾ ആൻഡ് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. ഇത് നമ്മൾ പൊതുവേ നമുക്കൊരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഇമേജ് ഉണ്ടാവില്ല, നമ്മൾ പൊതുവേ പുറത്ത് വെച്ച് കണ്ടിട്ടുള്ള ട്രാൻസ്ഫോമർ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ എ സി സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്, എഗെയിൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എ സി സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതാണ്. ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ. ഓക്കെ, ലാസ്റ്റ് വൺ ഇസ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. ക്ലിപ്പ് ഓൺ അമ്മീറ്റേഴ്സ് ഓർമ്മയില്ലേ, നമ്മൾ ലാബിൽ ഉപയോഗിച്ചത് എ സി കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലാമ്പ് പോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കണ്ടക്ടറിനെ ക്രോസ് ഇട്ട് നമ്മൾ കറണ്ട് മെഷർ ചെയ്തു. അപ്പോൾ ക്ലിപ്പ് ഓൺ അമ്മീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഓവർലോഡ് ട്രിപ്പ് സർക്യൂട്ട്സിലൊക്കെ വരും, അതായത് നമ്മുടെ പാനൽ ബോർഡിലൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ്. പിന്നെ ഹൈ കറണ്ട് ആൻഡ് വോൾട്ടേജ് മെഷർമെൻറ്റ്, അത് ആപ്ലിക്കേഷനാണ് കേട്ടോ, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ ആപ്ലിക്കേഷനാണത്. അത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എടുക്കുമ്പോൾ അത് വിശദമായിട്ട് പറയാം. കോൺസ്റ്റൻറ്റ് വോൾട്ടേജിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടി സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് സപ്ലൈ ഫോർ സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ്. നമ്മളിപ്പോൾ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടറിയിലേക്ക് വരുമ്പോൾ കോമ്പണൻസ് ഒക്കെ എന്തായിട്ടാണ് വരിക, ചെറുതായിട്ടാണ് വരുന്നത് അല്ലേ, വളരെ 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 ചെറുതായിട്ട് വരിക. നമ്മുടെ ഫോൺ ആവട്ടെ, അതുപോലെ എല്ലാ സർക്യൂട്ടും. ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ടറി മാത്രമല്ല, ഇപ്പോൾ അത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലേക്ക് പോലും ഈ പറഞ്ഞ സൈസ് കോമ്പാക്റ്റ് ആവാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ അല്ലാതെ പുതിയ ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈനൊക്കെ വന്നു കഴിഞ്ഞു. പ്രാക്ടിക്കലി അത് നമ്മുടെ തലത്തിലേക്ക് വരാനൊക്കെ ഒരുപാട് വർഷങ്ങളെടുക്കും. സോളിഡ് സ്റ്റേറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ എന്താ ചിലവ് ഇതിനൊക്കെ സൈസ് കുറയുക അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആവുക. പണ്ടത്തെ ടി വിയിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ LCDയിലേക്ക് വരുമ്പോൾ എന്ത് പറ്റി, സൈസ് മാറിയില്ലേ. പണ്ടത്തെ കമ്പ്യൂട്ടറും ഇപ്പോഴത്തെ കമ്പ്യൂട്ടറും വെച്ച് നോക്കിയേ, പകുതിയിൽ താഴെയല്ലേ എൻ്റെ തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഇതിൽ ഓരോ കോമ്പണൻറ്റും. എന്തിനോട്, വോൾട്ടേജിനോടും ഈ പറഞ്ഞ ഫ്രീക്വൻസി. അപ്പോൾ ചെറിയ പറഞ്ഞ പോലെ എന്തെങ്കിലും വോൾട്ടേജ് സ്പൈക്ക് വരിക, അതായത് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വോൾട്ടേജ് കൂടി കുറഞ്ഞു, ഒരു കൂർത്ത വേരിയേഷൻ വരിക, പെട്ടെന്ന് ഡിപ്പ് വന്നു. അപ്പോൾ അതുപോലുള്ള ഫ്ലക്ച്വേഷൻ വരുമ്പോൾ
ഫ്ലക്ച്വേഷൻ വരുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് എലിമെൻറ്റ്സ് കേടുവന്ന് പോകും. നെക്സ്റ്റ് ഈസ് ഇഗ്നിഷൻ ട്രാൻസ്ഫോമർ. അത് വണ്ടികളിലാണ് ഉപയോഗിക്കുക സ്പാർക്ക് കൊടുക്കാനൊക്കെ. പിന്നെ വെൽഡിങ്ങിന് ഉപയോഗിക്കും. പൾസ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് പൾസ് പോലെ സിഗ്നൽസ് ഉണ്ടാക്കാൻ, അത് ഇലക്ട്രോണിക് സർക്യൂട്ടിലാണ് എടുക്കുക. നെക്സ്റ്റ് ഈസ് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഇൻഡോർ ആപ്ലിക്കേഷനാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോമറിനകത്ത് ട്രാൻസ്ഫോമർ ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ട്രാൻസ്ഫോമർ ഓയിൽ അല്ലാണ്ട് പൗഡേർഡ് മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഉണ്ട് ഇൻഡോർ ആപ്ലിക്കേഷൻ. ഇപ്പോൾ സിറ്റികളിലൊക്കെ, അപ്പോൾ വലിയ വലിയ സിറ്റികളിലൊക്കെ നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റേഷൻ വരിക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഏക്കർ കണക്കിന് സ്ഥലവും അവിടെ ഒരു സബ്സ്റ്റേഷനും ഇഷ്ടംപോലെ ട്രാൻസ്ഫോമറും ഇനിയുള്ള കാലത്ത് അത് പോസിബിൾ ആവില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് വരെ എന്താവും, സബ്സ്റ്റേഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ വലിയ ലോറിയുടെ പുറകിലൊക്കെ കണ്ടെയ്നേഴ്സ് പോകണ കണ്ടിട്ടില്ലേ, അതുപോലുള്ള കണ്ടെയ്നേഴ്സിനെ ഡിസൈൻ ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ അകത്തൊരു സബ്സ്റ്റേഷൻ വരിക എന്നുള്ള കോൺസെപ്റ്റ് വരെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലുള്ള ഇൻഡോർ ആപ്ലിക്കേഷൻസിന് ഇപ്പോൾ ചുറ്റും അടുത്തടുത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും നമുക്കൊരു ട്രാൻസ്ഫോമർ അവിടെ കൊണ്ടുപോയി വെക്കുക, ആപ്ലിക്കേഷൻസ് പോസിബിൾ ആവുക. അപ്പോൾ അതുപോലെ ഇൻഡോർ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടൊക്കെ ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എടുക്കുന്നുണ്ട്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ വീട്ടിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. നിങ്ങൾ ഫിഗറും ഒക്കെ നോക്കുക, ബുക്ക് വെച്ചിട്ടും പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ പോർഷൻസ് കഴിയുമ്പോൾ ഞാനൊരു എക്സാം ഇടാം. ഓക്കെ, താങ്ക് യു.